എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ 5 പാർട്ട് വീഡിയോ നിലവിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടിട്ട് വരിക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ 6ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ അതെ, നമ്മുടെ ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന് പറഞ്ഞ പോർഷനിൽ പേജ് നമ്പർ 118 ഒരു ക്വസ്റ്റ്യനോടുണ്ട്. അതുകൂടെ ആകുമ്പോഴാണ് നമ്മുടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആകുന്നത്. 118 ഒറ്റയ്ക്കൊരു ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അവിടെ തന്നെ ആ ക്വസ്റ്റ്യനകത്ത് 2 സബ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുപോലെ ഒരു സർക്കിളും ട്രയാങ്കിളും കണക്ട് ചെയ്യുന്ന ഇതുപോലെ വേറൊരു ഫിഗറോടുണ്ട്. ഇത് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നോക്കുക, എടാ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ അകത്ത് നമ്മളോട് കാണാൻ പറയുന്നത്, ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. സർക്കിളിൻ്റെ ഡയമീറ്റർ കാണുക. ഈ അകത്തുള്ള ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ ബാക്കി സൈഡുകളുടെ ലെങ്ത് കാണുക. ഡയമീറ്റർ കാണുക. ഈ 2 സൈഡ്. ഇപ്പോൾ നമ്മൾ എ ബി സി എന്നതിന് പേര് കൊടുത്താൽ നമ്മുടെ എ സി ഉണ്ട്. എ ബി കാണണം, ബി സി കാണണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയമീറ്റർ ആണ്. രണ്ടാമത്തെയാണ് എ ബിയും ബി സിയും സൈഡുകൾ കാണുന്നുള്ളത്. ഇവിടെ ഡയമീറ്റർ കാണുന്നത് എങ്ങനെയാണ്? ഡയമീറ്റർ ഇതാണ് ഡയമീറ്റർ എന്ന് തോന്നരുത്. ഇത് കോഡാണ്. കോഡിൻ്റെ ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ദി കോഡ്. ഈ എ സി എന്ന് പറയുന്ന കോഡ്, അതിൻ്റെ ലെങ്ത് ആണ് എല്. എത്ര സെൻറ്റിമീറ്റർ ആണ്? 4. എല് അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? എ സി. ഇവിടുത്തെ കോഡ് എ സി ആണ്. അതിൻ്റെ ലെങ്ത് ആണ് 4 സെൻറ്റിമീറ്റർ. എടാ, ഇവിടെ ഈ കോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആംഗിൾ ഏതാ? ഒരു കോഡുമായിട്ട് കണക്ഷൻ വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ? സെൻറ്ററിൽ, കോഡ് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ സി ആയിരിക്കും. മുകളിൽ അല്ലെങ്കിൽ ആ സെൻറ്റർ കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ C/2 ആയിരിക്കും. സെൻറ്ററിൽ മേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മണ്ടയ്ക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ C/2 ആയിരിക്കും. കോഡിന് അങ്ങനെ 2 കണക്ഷൻ ഉണ്ട്. ഇത് സെൻറ്ററുമായിട്ടും വരും. അപ്പോൾ സെൻറ്ററിലേക്ക് വരച്ചാൽ സെൻറ്ററുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. സെൻറ്ററിൻ്റെ മുകളിൽ വരുന്ന ഒരു പോർഷനുമായിട്ടും കണക്ഷൻ വരും. അപ്പം ഈ ഒരു കോഡുമായിട്ട് കണക്ഷനുള്ള ആംഗിളാണ് ഇത്. ഈ ആംഗിൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 അല്ലേ? ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിൽ ഇത് 40, ഇത് 55. ബാക്കി അത് എത്ര വരും? 55ഉം 40ഉം കൂടെ കൂട്ടിയാൽ 55ഉം 40ഉം കൂടെ കൂട്ടുമ്പോൾ 95 വരും. 95. 180 മൈനസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 180യിൽ നിന്നും നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് കുറച്ചാൽ മതി. 95 കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 180യിൽ നിന്നും 95 കുറച്ചാൽ ആൻസർ 85 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇത് ഈ കോഡിൻ്റെ ലെങ്തുമായിട്ട് കണക്ഷനുള്ള ആംഗിളാണ് 85. അപ്പോൾ C/2 ആണ് 85 എന്ന് പറയുന്നത്. അപ്പം എല്ലായി C/2 ആയി. അവിടുന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കുന്നത് അറിയാം. നമുക്കിവിടെ ഡയമീറ്റർ ആണ്. മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇവിടെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിനെ റേഡിയസ് എന്ന് വിളിക്കാം. ഇങ്ങോട്ടൂടെ കണക്ട് ചെയ്ത ലൈന് അതും റേഡിയസ് അല്ലേ? 2 റേഡിയസ് ചേരുന്നതല്ല ഡയമീറ്റർ. ഇതിനെയല്ലേ നമ്മൾ ഈ ലെങ്തിനല്ലേ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചാൽ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 റേഡിയസ് അല്ലേ? എന്ന് വെച്ചാൽ 2r അല്ലേ? അപ്പം നമ്മളിവിടെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? L = 2r sin C/2. ഓക്കെ, ഈ ഇക്വേഷൻ്റെ അകത്ത് L അറിയാം നമുക്ക്. L AC ആണ്. AC അല്ലെങ്കിൽ എത്രയാണ്? 4 = 2r × sin C/2 എത്രയാണ്? C/2 85 അല്ലേ? sin 85. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ, ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട് ഓരോന്നിൻ്റെ വാല്യൂ. എക്സാമിന് ഈ വാല്യൂ ഒക്കെ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ 0. എത്രയാണ്? 4 = 2r × 0.9962. ഇവിടെ ഡെസിമൽ കഴിഞ്ഞുള്ള 2 വാല്യൂ എന്ന് വെച്ചാൽ ആ ഒരു അത്രയും 0യും കൂടെ ചേർത്ത് നമ്മൾ എടുത്താൽ ആദ്യത്തെ 3 വാല്യൂ, ഡെസിമൽ കഴിഞ്ഞുള്ള 2 വാല്യൂ വരെ, ആ 3 വാല്യൂ എടുത്ത് പ്രോബ്ലം ചെയ്താൽ മതി. ആ 3 വാല്യൂ എടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ 4 = 2r × 0.99. ഇവിടെ നമുക്ക് 2r അല്ലേ? ഡയമീറ്ററാണ് വേണ്ടത്. 6 കാണാൻ റേഡിയസ് ആണ് ചോദ്യമെങ്കിൽ ഈ 2നെയും കൂടെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകും. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് കാണേണ്ട 2r ആണ്. അപ്പോൾ അതെ, 4 ഈ 0.99 ഇവിടെ ഇൻറ്റു ചെയ്തേക്കാണ്. ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. 4 0.99 = 2r. അല്ലെങ്കിൽ 2r = 4 0.99. ഓക്കെ, എടാ താഴെ
2 പോയിന്റ് മാറ്റിയാണ് കുത്തിട്ടേക്കുന്നത്. അപ്പം 2 പോയിന്റ് ഉള്ള നമ്പർ ആകുമ്പോൾ ഇവിടെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ, ഇതൊരു പക്ക നമ്പർ ആണെങ്കിൽ നമുക്ക് പോയിന്റ് നമ്പറിൽ ഡെസിമൽ നമ്പറിന് ഡിനോമിനേറ്ററിൽ ഡെസിമൽ നമ്പർ വന്നാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 2 0 വരുന്ന നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോയിന്റ് ഫ്രണ്ടിലേക്ക് വരും. 1 0 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1 പോയിന്റ് ഫ്രണ്ടിലോട്ട് വരും. 100 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നതെങ്കിൽ 1 പോയിന്റ് ഇവിടെ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാം. 4 × 100 0.99 × 100. 4 × 100 400 10 കൊണ്ട് ചെയ്യുമ്പോൾ 1 പോയിന്റ്, 100 കൊണ്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ്, 99. 400/99 ഇതാണ് 2R. 2R എന്ന് പറയുന്നത് 400/99 ആണ്. അപ്പോൾ ഡയമീറ്റർ ആണ് ഈ 2R. ഇപ്പോൾ ഡയമീറ്റർ നമുക്ക് കിട്ടും. ഫസ്റ്റ് ചോദ്യം ഡയമീറ്ററാണ്. അടുത്ത ചോദ്യമാണ് സൈഡുകൾ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ 99 400 99 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 99ൻ്റെ ടേബിൾ നോക്കിയാൽ 99 × 4 ചെയ്യുമ്പോൾ നമുക്ക് 396 കിട്ടും. 400 ൽ നിന്ന് 396 പോയാൽ 4. 99 4 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഒരു 0 താത്തിറക്കാൻ അല്ലെങ്കിൽ താഴോട്ടിറക്കാൻ നമ്പറില്ല. ഒരു പോയിന്റ് കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു 0 കൊടുക്കും. 99 40. 99 ടേബിളിൽ 40 ഉണ്ടാ. 99 × 1 തന്നെ 99. അപ്പം 40 കൊണ്ടും പറ്റത്തില്ല. അപ്പം ഒരു 0 കൂടെ കൊടുക്കും. പക്ഷേ ഒരു പോയിന്റ് ഇട്ട് നമ്മളിവിടെ ഒരു 0 കൊടുത്ത് ഇനി ഇവിടെ ഒരു 0 കൊടുക്കുമ്പോൾ അവിടെ ഒരു 0 കൊടുക്കണം. അറിയാമല്ലോ അത് റൂള്. 400 ഉണ്ടാ. എത്ര? 99 × 4 396 റിമൈൻഡർ 4. ഇത് ചെയ്യണമെന്നില്ല, അത് മതി ആൻസർ. 2R = 4.04. അപ്പോൾ ഡയമീറ്റർ എത്ര എന്ന് കിട്ടി? ഡയമീറ്റർ = 4.04 എന്ന് കിട്ടി. അപ്പോൾ ഡയമീറ്ററായി. ഓക്കെ, ഡയമീറ്ററായി. ഇനി നമുക്ക് 2 സൈഡ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയമീറ്റർ കാണാന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഈ അകത്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് AC എന്ന് പറഞ്ഞ ലെങ്ത് ഉണ്ട്. നമുക്ക് ABയും കാണണം BCയും കാണണം. അതാണ് ഇനി നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഡയമീറ്റർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അത് വേണ്ടതാണ് നമുക്ക്. 2R അല്ലെങ്കിൽ ഡയമീറ്റർ 4.04 അത് നമുക്ക് വേണം. അപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് ബാക്കിയും ചെയ്യാം നമുക്ക്. മക്കളെ, അപ്പോൾ നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിച്ച് ഇനി നമുക്ക് കാണേണ്ട ഡയമീറ്റർ കണ്ടാൽ പിന്നെ അതിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സൈഡ് കാണാനാണ്. ഈ അകത്തുള്ള ട്രയാങ്കിളിൻ്റെ സൈഡ് കാണുക. അത് AC എന്ന് പറഞ്ഞ സൈഡുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ABയും BCയും ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ AC ഒരു കോഡല്ലേ? AC കോഡാണെന്ന് പറയുന്ന അതേ ടൈമിൽ തന്നെ ആലോചിച്ചത് ഇതും ഈ ABയും കോഡാണ്. സർക്കിളിൻ്റെ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ അത് കോഡാണ്. ഇത് ഈ BCയും കോഡാണ്. അപ്പോൾ ഈ AC എന്ന് പറയുന്ന കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിളാണ് 85. ഇപ്പം ലെങ്ത് ഓഫ് ദി കോഡ് L 4 അവിടുത്തെ ആ ഒരു AC എന്ന് പറയുന്ന കോഡുമായിട്ട് കണക്ഷൻ വരുന്ന ആംഗിൾ അല്ലെങ്കിൽ C/2 ആണ് 85. അങ്ങനെ നോക്കിയാൽ അത് വെച്ചാണ് നമ്മൾ ഡയമീറ്റർ അല്ലെങ്കിൽ 2R കണ്ടുപിടിച്ചത്. 2R ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി കാണേണ്ടത് ഈ AB എന്ന് പറയുന്ന ലെങ്ത് കാണണം. AB അല്ലെങ്കിൽ L അതാണ് നമുക്ക് അറിയാത്തത്. AB അത് ലെങ്ത് ഓഫ് ദി കോഡാണ്. അതാണ് നമുക്ക് അറിയാത്തത്. വേറെ എന്തറിയാം? ആ ABയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് അതുമായിട്ട് കണക്ഷൻ ഉള്ളത്. അവിടുത്തെ സെൻറ്ററിൽ വരുന്നത് ഈ ABയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ വരുന്ന ആംഗിൾ സിയും അതിൻ്റെ പകുതി C/2 ആണ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പം ആ ഒരു ലൈനിൻ്റെ ആ കോഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അതാണ് C/2. C/2 40. ഓക്കെ, C/2 40 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് AB എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. L = 2R sin C/2 എന്നല്ലടാ ഇക്വേഷൻ. 2R sin C/2 ഇതാണ് ഇക്വേഷൻ. എല്ലാരാ L AB അല്ലേ? AB എന്ന് പറഞ്ഞ ലെങ്ത് കാണാൻ AB = 2R. ഡയമീറ്റർ ആണ് 2R. ഡയമീറ്റർ 2R ആണ്. ഓക്കെ, റേഡിയസിൻ്റെ ഇരട്ടിയല്ലേ ഡയമീറ്റർ. അപ്പോൾ 2R എന്ന് പറയുന്നത് 4.04 × sin C/2. C/2 എന്ന് പറഞ്ഞാൽ എത്രടാ? 40. sin 40ൻ്റെ വാല്യൂ ആദ്യത്തെ 3 വാല്യൂ എടുത്താൽ മതി. 0.0 എന്താണ് 4.04 × 0.64. അപ്പോൾ ഇവിടെ ഈ നമ്പറിനെ പോയിന്റ് മാറ്റി നിർത്തുക, ഇൻറ്റു ചെയ്യുക, അത്രയും പോയിന്റ് മാറ്റി ഡോട്ട് ഇടുക. അത് ഇവിടെയും 2 പോയിന്റ് ഉണ്ട്, ഇവിടെയും 2 പോയിന്റ് ആണ്. അപ്പം ഇൻറ്റു ചെയ്യേണ്ടത് 404നെ എത്ര കൊണ്ട് 64 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിൽ ഇവിടെയും 2 ഇവിടെയും 2, അപ്പോൾ ടോട്ടൽ 4 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടാൽ മതി. കിട്ടുന്ന ആൻസർ 4 × 4 16, 6 ശിഷ്ടം 1, 4 × 0 0 + 1 1,
4 × 4 16, 6 × 4 24, 4 ശിഷ്ടം 2, 6 × 0 6 + 2 2, 6 × 4 അത് 24, 6 4 1 5, 6 2 8, 4 1 5 2. അവിടെ 4 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടാൽ എന്തോ ഒരു ആൻസർ 2.58 5 എന്നുണ്ട് 5 8 മതി, 3 വാല്യൂ മതി, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂ മതി. എ ബി എത്ര 2.58. ഇതാണ് എ ബി 2.58 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്തുവാണ് കാണണ്ട ബി സി ഒരു കോഡിൻ്റെ ലെങ്ത് ഓഫ് ദി കോഡാണ്. ബി സി അല്ലെങ്കിൽ എൽ അതറിയത്തില്ല, അതാണ് നമുക്ക് കാണേണ്ടത്. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിൾ 55 ഡിഗ്രി അല്ലേ, അത് ഈ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിൾ 55 ഡിഗ്രി. സെൻട്രൽ വരുന്ന സി ആണെങ്കിൽ ഇവിടെ വരുന്നത് C/2. അപ്പോൾ C/2 എത്ര 55 അത് നമ്മളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ L = 2R sin C/2 അതേ ഇക്വേഷൻ. നമുക്ക് ഇവിടുത്തെ L എന്ന് പറഞ്ഞാൽ ആരാ ബി സി അല്ലേ. ബി സി = 2R ആരാണ് ക്വസ്റ്റ്യനിലുണ്ട്, അല്ല സോറി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 4.04 × sin C/2. ഇവിടുത്തെ C/2 ആരാ 55 അല്ലേ, 55 C/2. അപ്പം 4.04 × sin 55ൻ്റെ വാല്യൂ ആദ്യത്തെ 3 വാല്യൂ എടുത്താൽ മതി 0.81. എന്നാൽ വേണമെങ്കിൽ നമുക്കിത് വേറെ ഐഡിയ ഉപയോഗിക്കാം. ആദ്യത്തെ 3 വാല്യൂ മതി, കാരണം എക്സാമിനൊക്കെ ഇടാം നമുക്ക് ഹിൻ്റായിട്ട് തരുമ്പം ഈ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ 4 പോയിന്റ് കഴിഞ്ഞ് 4 വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിനൊക്കെ പോയിന്റ് കഴിഞ്ഞ് 2 തരത്തില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 0.81 ഇങ്ങനെ എടുക്കുന്നതിന് പകരം വേറെ രീതി നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 3 വാല്യൂ എടുത്തിട്ട് 3 വാല്യൂയിലേക്ക് നോക്കുക, അത് കഴിഞ്ഞുള്ള നമ്പർ 5-നേക്കാൾ വലുതാണെങ്കിൽ, ഇപ്പുറത്തുള്ള നമ്പർ 1 കൂട്ടാം. വേണമെങ്കിൽ നമുക്ക് 0.82 എന്ന് എടുത്ത് വേണേൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 0.81 എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 4.04 അല്ലേ, അതിനെ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക 81 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 404നെ 81 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് എത്ര പോയിന്റാണ് ഒരു 4 പോയിന്റ്. ഇവിടെയും 2 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടിട്ടുണ്ട്, ഇവിടെയും 2 പോയിന്റ് മാറ്റിയാണ് ഡോട്ട്. അപ്പം 4 4 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടാൽ മതി ഇൻറ്റു ചെയ്തിട്ട്. 4 × 1 4, 1 × 0 0, 1 × 4 4, 8 × 4 32, 2 ശിഷ്ടം 3, 8 × 0 0 + 3 3, 8 × 4 32, 4 2 4 3 7 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, എത്ര പോയിന്റ് മാറ്റി ഡോട്ട് ഇടണം 4 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടാൽ 3.27 അത്രയും സെൻറ്റിമീറ്റർ. അതാണ് ബി സി കിട്ടി 3.27 എന്ന് കിട്ടും. 27 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ മക്കളെ നോക്കുക, പേജ് നമ്പർ 118 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ. രണ്ടിലും ക്വസ്റ്റ്യൻ ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സെയിം ആണ്. ഡയമീറ്റർ കാണുക, അകത്ത് വന്നേക്കുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡുണ്ട്, ബാക്കി സൈഡുകൾ കാണുക. ഫിഗറിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, ആംഗിളുകളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ ഈ 4 സെൻറ്റിമീറ്ററിനുള്ള കോഡ് ഇപ്പം ABC എന്ന് പേര് കൊടുത്താൽ നമുക്കിവിടെ ഡയമീറ്റർ അല്ലെങ്കിൽ 2R കാണണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ 2R കാണണം. പിന്നെ ഈ AB എന്നുള്ള ലെങ്തും BC എന്നുള്ള ലെങ്ത് കാണണം. അപ്പോൾ ഈ 2R കാണാൻ ഈ 4 എന്ന് പറയുന്ന ആ ഒരു കോഡ്, ആ ഒരു AC അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ ഉള്ള ആ ഒരു കോഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്കിടാം. എപ്പോഴും ഒരു കോഡ് മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് C/2 എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഈ ഒരു കോഡ് നോക്കിയാൽ ഈ കോഡിൻ്റെ മേജർ ആർക്ക് മുകൾ ഭാഗമാണോ താഴ്ഭാഗമാണോ എന്ന് നോക്കുക. ഇതിപ്പോൾ സെൻറ്റർ അല്ല, ഇതിപ്പം 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈനല്ല, അല്ലെങ്കിൽ ഇത് ഡയമീറ്റർ അല്ല, അങ്ങനെ ആലോചിക്കരുത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ടെക്സ്റ്റ് പേജ് നമ്പർ 118 നോക്കിയാൽ മതി. ഈ സെൻറ്ററിൽ നിന്ന് തൊട്ട് മണ്ടക്കോട്ട് മാറി വര വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു AC എന്ന് പറയുന്ന ആ ഒരു കോഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ AC അല്ലെങ്കിൽ L എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ ആ AC മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഇത് ഈ ഒരു പോർഷനിൽ നോക്കിയാൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 55, ഇവിടെ 25, 55 25 എത്രയായി 80 ആയി. ബാക്കി പോയിട്ട് ഇവിടെ എത്ര വരും, ഒരു ട്രയാങ്കിൾ ടോട്ടൽ 180 അല്ലേ, ബാക്കി പോയിട്ട് 100 വരും.
ഈ എ സി എന്ന് പറയുന്ന കോഡ് ഇവിടുത്തെ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 100 പക്ഷെ ഇത് മേജർ ആർക്കല്ല. കാരണം ഒരു കോഡ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അപ്പർ പോർഷനും ലോവർ പോർഷനും നോക്കുക. ഇത് ഈ ആർക്കാണോ വലിയ ആർക്ക്, ഇതാണോ വലുതെന്ന് നോക്കുക. വലിയ ആർക്ക്, അതിനാണ് മേജർ ആർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മേജർ ആർക്ക്. ഇങ്ങോട്ട് വരയ്ക്കുന്ന വരയാണ് മേജർ ആർക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ എ സി എന്ന് പറയുന്ന കോഡിൻ്റെ ഈ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ മേജർ അല്ല, ഈ പോർഷനാണ് മേജർ. കാരണം ഈ കോഡിൻ്റെ 2 പോർഷനായിട്ട് ഈ കോഡ് വരച്ചേക്കുന്നതിൻ്റെ 2 ആർക്കായിട്ട് കൺസിഡർ ചെയ്താൽ ഇത് കുറച്ച് മൈനർ പോർഷൻ, ഇതാണ് മേജർ പോർഷൻ. അപ്പോൾ ഇതാണ് മേജർ ആർക്ക്. ഇവിടെ വരുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ 100 ഡിഗ്രി അല്ല എടുക്കേണ്ടത്, മേജർ ആർക്ക്. ഒരു കോഡ് മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് C/2. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 100, ആ ആംഗിളല്ല വേണ്ടത്. ഒരു ഡോട്ടൽ ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക, ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഒരു സൈക്ലിക് കോട്ടിലാറ്ററലാണ്. സൈക്ലിക് കോട്ടിലാറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. അപ്പോൾ ഇത് 100 ആണെങ്കിൽ എത്ര വരും? 80 അല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ എ സി എന്ന് പറയുന്ന കോഡ് മേജർ ആർക്ക് ഇതാണ്, ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 80 ആണ്. അപ്പോൾ ഇവിടുത്തെ C/2 80 ആണ്, 100 അല്ല. തെറ്റിപ്പോകരുത്. ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് ആംഗിൾ എടുക്കുക. C/2 80 ഡിഗ്രിയാണ്. മക്കളെ C/2 കിട്ടി, എല്ലുണ്ട്. നമുക്ക് കാണേണ്ടത് 2R ആണ്. ഇക്വേഷൻ L = 2R sin C/2. L = 2R sin C/2. 4 = 2R × sin 80. sin 80ൻ്റെ വാല്യൂ ഉണ്ട് 0.9848 എന്നാൽ 98 എടുത്താൽ മതി. അപ്പം 4 = 2R × 0.98. എടാ 2R കാണാൻ ഈ 98നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. 4/0.98 = 2R. തിരിച്ചെഴുതിയാൽ 2R = 4/0.98. അപ്പോൾ 2R എന്താണ്? 4/0.98 ആണ്. ഈ പോയിൻ്റുള്ള നമ്പർ മാറാൻ ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നാൽ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് 2 പോയിന്റ് ഇപ്പുറത്തോട്ട് മാറാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4 × 100/0.98 × 100. ഓക്കെ, 4 × 100 400/98. 400/98 ചെയ്ത് നോക്കുക. 498 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 98ൻ്റെ ടേബിളിൽ 98 × 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 392 ആണ്. 400 ൽ നിന്ന് 392 പോയാൽ ആൻസർ 8 ആണ്. 8 വെച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു പോയിന്റ് ഒരു 0 കൊടുക്കും, ഒരു പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 0 80. 98ൻ്റെ ടേബിളിൽ 80 ഉണ്ട്. 98 × 1 98. അപ്പം വരുക 80 വരുക ഇല്ല. അപ്പം ഒരു 0 കൂടെ വേണം. ഒരു 0 കൊടുക്കുമ്പോൾ ഇവിടെയും കൂടെ ഒരു 0. ആദ്യം പോയിന്റ് ഇട്ടൊരു 0 കൊടുത്തായിരുന്നു, പിന്നെ ഒരു 0 കൊടുക്കുമ്പോൾ ഇവിടെയും കൂടെ 0. ആ റൂൾ അറിയാമല്ലോ. അപ്പോൾ 800 ആണ്. എടാ 98 × ഏകദേശം ഒരു 8 നോക്കുക. 98 × 8 8 64 4 6 6. 8 × 9 72 6 78 784. ഓക്കെ, എത്ര ആടാ? ഇൻറ്റു 8 അല്ലേ? 800 ൽ നിന്ന് 784 പോയാൽ 800 ൽ നിന്ന് 784 പോവുക. ബാക്കി പോയിട്ട് 16 വരും. ചെയ്യേണ്ട 4.08. അത്രയും മതി. 4.08. ഇത് 2R ആണ്. 2R = 4.08 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി എന്തുണ്ട്? എ സി നമ്മുടെ കയ്യിലുണ്ട്, 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി ഏതിൻ്റെയൊക്കെ ലെങ്ത് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞ് ഇനി കാണേണ്ടത് AB കാണുക, BC കാണുക. ഇവിടെ AB എന്ന് പറയുന്ന കോഡ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ AB എന്ന് പറയുന്ന കോഡുമായിട്ട് ആ ഒരു കോഡുമായിട്ട് മേജർ ആർക്ക് കണക്ഷൻ വരുന്ന ആംഗിൾ ഏതാംഗിൾ? അതെ, നോക്കി. ആ കോഡിൻ്റെ ഈ സൈഡാണ് മൈനറായിട്ടുള്ള ആർക്ക്, ഈ പോർഷനാണ് മേജർ ആർക്ക്. അപ്പോൾ ഈ ഒരു AB എന്ന് പറയുന്ന കോഡുമായിട്ട് കണക്ഷൻ വരുന്ന ആംഗിൾ 25 ആണ്. അപ്പോൾ അതെ AB അല്ലെങ്കിൽ L ലെങ്ത് ഓഫ് ദി കോഡ് കണ്ടുപിടിക്കണം. അവിടുത്തെ C/2 AB ആയിട്ട് കണക്ഷൻ വരുന്ന ആംഗിളാണ് ഏത്? 25 ഡിഗ്രി. അപ്പോൾ അവിടുത്തെ C/2 ആണ് 25. ഈ കോഡിൻ്റെ മേജർ ആർക്കിൽ വരുന്ന ആംഗിൾ 25 ആണ്. അപ്പോൾ അതാണ് C/2 25 എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കാണാം? ഇവിടുന്ന് L കാണാം. L = 2R sin C/2. 2R sin C/2 = 25. 25 × 2 = 180. 180 × 180 = 240. 240 × 180 = 240.
C/2 എന്നല്ലേ ഇക്വേഷൻ. അപ്പം എൽ കാണാൻ എൽ അല്ലെങ്കിൽ എല്ലിന് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? എൽ എന്താണ് ഇവിടെ? AB ആണ്. AB എന്ന് കൊടുക്കാം. AB = 2R കണ്ടുപിടിച്ച് 4.08 ഇൻറ്റു സൈൻ C/2 25 ആണ്. സൈൻ 25 4.08 ഇൻറ്റു സൈൻ 25ൻ്റെ വാല്യൂ നമുക്ക് അതെ ഇതിലെ 3 വാല്യൂ എടുത്താൽ മതി. 0.42. എടാ ഇവിടെ 408 എന്ന് പറയുന്ന നമ്പറിനെ 42 കൊണ്ട് ഇൻറ്റു ചെയ്യുക. പോയിന്റ് മാറ്റി നിർത്തിയിട്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അത്രയും പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. ഇതേ ഇവിടെ 2 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്. അപ്പം ടോട്ടൽ 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി ഇൻറ്റു ചെയ്തതിന് ശേഷം. 408നെ 42 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 8 × 2 16 6 ശിഷ്ടം 1. 2 × 0 0 + 1 1. 2 × 4 8. 8 × 4 32 2 ശിഷ്ടം 3. 4 × 0 0 + 3 3. 4 × 4 16 6 2 1 3 8 3 11 1 ശിഷ്ടം 1 6 1 7 1. 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ എന്ത് വരും? 1.7136 1.71 മതി. 71 സെൻറ്റിമീറ്റർ എന്നാണ് AB കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? AB കിട്ടിയടാ. ഇനി അടുത്ത കാണേണ്ട ലെങ്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അടുത്ത കാണേണ്ടത് ഒരാളെയും കൂടെ നമുക്കൊന്ന് കാണണം. ആരാ? ഇപ്പം AC 4 ഉണ്ടായിരുന്നു. AB കണ്ടുപിടിച്ചെത്രയാണ്? 1.71 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി ആരെ കാണണം? BC കാണണം. BC എന്ന് പറയുന്ന കോഡ് BC അല്ലെങ്കിൽ BC ഈക്വൽ അല്ലെങ്കിൽ L അതറിയത്തില്ല. അവിടുത്തെ ആ BC ആയിട്ട് കണക്ട് ചെയ്യുന്ന C/2. BC എന്ന് പറയുന്ന ആ ഒരു കോഡിൻ്റെ മേജർ ആർക്കിൽ വരുന്ന ആംഗിൾ ഏതാ? മേജർ ആർക്കിൽ BC എന്ന് പറയുന്ന കോഡ്, ആ ഒരു കോഡ് മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അവിടുത്തെ ആംഗിളാണ് നമുക്ക് വേണ്ടത് മേജർ ആർക്കിൽ. അത് 55ആണ്. ഓക്കെ, 55ആണ് C/2. ഓക്കെ, അപ്പോൾ ഒരു കോഡ് മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ C/2 ആയിരിക്കും. അപ്പോൾ C/2 എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത് കോഡ് മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഓർത്ത് വെച്ചോണം മനസ്സിൽ കേട്ടോ മക്കളെ. അപ്പോൾ അതെ ഇക്വേഷൻ L = 2R sin C/2. അതെ ഇക്വേഷൻ എല്ലാവരാ BC അല്ലേ? BC എന്ന് പറഞ്ഞ സൈഡ് കാണാൻ 2R നമ്മുടെ കയ്യിലുണ്ട്. ഡയമീറ്റർ ആണ് 2R. 4.08 ഇൻറ്റു സൈൻ C/2 സൈൻ 55. സൈൻ 55 എന്ന് പറയുമ്പോൾ ഈ 3 വാല്യൂ എടുക്കുക. 4.08 ഇൻറ്റു ഇതേ 0.81. അപ്പോൾ ഈ 408 എന്ന് പറയുന്ന നമ്പറിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 81 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. കാരണം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അതുകൊണ്ടാണ് 4 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 × 8 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് തന്നെ ആൻസർ വരും. 1 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്താൽ 408 എന്ന് തന്നെ വരും. 1 × 8 8 1 × 0 0 1 × 4 4 8 × 8 8 64 4 ശിഷ്ടം 6. 8 × 0 0 + 6 6. 8 × 4 32 8 4 0 4 + 0 4 6 + 4 10 0 ശിഷ്ടം 1. ഇതേ 2 1 3 3. 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 3.30 ഇത്രയും സെൻറ്റിമീറ്റർ. ഇതാണ് BC. അപ്പം BCയും കിട്ടി, ഈ സൈഡും കിട്ടി. 3.30 രണ്ട് സൈഡും ഏതൊക്കെയായി? ഡയമീറ്ററുമായി 2 സൈഡുമായി. ഓക്കെ, അപ്പോൾ മക്കളെ അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിലെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ടോപ്പിക്ക് ആണ് അനദർ മെഷർ, മറ്റൊരളവ്. ടോട്ടൽ 5 ടോപ്പിക്കാണുള്ളത്. അതിൽ 4ാമത്തെ ടോപ്പിക്കായിട്ടുണ്ട്. അവിടെ ഇവിടെ നമ്മൾ പഠിക്കുന്ന അനദർ മെഷർ എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കുന്നത് ടാൻ എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. നമ്മൾ ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് സെക്കൻഡ് പോർഷൻ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിച്ച സമയത്ത് ആ സമയത്ത് നമ്മൾ സൈനും കോസും പറഞ്ഞ കൂട്ടത്തിൽ ടാനും പറഞ്ഞിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അനദർ മെഷർ എന്ന് പറയുന്ന പോർഷനിലാണ് അത് പ്രത്യേകം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതെങ്കിലും ആ ഭാഗത്ത് തന്നെ ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് എന്ന പോർഷനിൽ തന്നെ നമ്മൾ വ്യക്തമായി പറഞ്ഞ് അതിൻ്റെ വാല്യൂസ് 30 45 60 ആംഗിൾ വരുമ്പോൾ വരുന്ന ടേബിളും എല്ലാം പറഞ്ഞിരുന്നതാണ്. സൈനും കോസും പഠിപ്പിച്ച കൂട്ടത്തിൽ ടാൻ എന്ന് പറയുന്ന റേഷ്യോ ആ കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിപ്പിച്ചു പോയി. അങ്ങനെ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അനദർ മെഷറിൽ ആ ടാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു. അവിടെ പഠിപ്പിച്ച് തന്നെയാണ് നമ്മളിവിടെ ഒന്നുകൂടെ പറയുന്നത്. അവിടെ ടാൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസ്റ്റൻറ്റ് സൈഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ടാൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ, ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ടാൻ വാല്യൂ കാണണമെങ്കിൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ആ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന്
അഡ്ജസൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം എ ബി സിന്ന് നമ്മൾ പേര് കൊടുത്താൽ ഓപ്പോസിറ്റ് ആരാ? എക്സ് എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഓപ്പോസിറ്റ് ബി സി ആണ്. ബൈ അഡ്ജസൻ്റ് ആരാ? എ സി ആണ്. ഓക്കെ, ഇതാണ് ടാൻ്റെ പ്രത്യേകത. ടാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിളുമായിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് ടാൻ എന്ന് പറയുന്ന റേഷ്യോ കാണണമെങ്കിൽ ഏത് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ടാൻ റേഷ്യോ ആണ് കാണേണ്ടത്, ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. നമ്മൾ ആ കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. സൊഗാട്ടോ എന്നൊക്കെ പഠിച്ചു വെക്കാം. അതെ, അപ്പോൾ ഇവിടെ ടാൻ്റെത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് അനദർ മെഷർ എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം എല്ലാം ടാൻ റിലേറ്റഡ് ആയിട്ടുള്ള, ടാൻ എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ വെച്ച്, ടാൻ എന്ന് പറയുന്ന ആ റേഷ്യോ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം, ടാൻ റേഷ്യോ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലമാണ് അതിൻ്റെ എക്സസൈസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടെക്സ്റ്റിലെ പ്രോബ്ലങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ മക്കളെ നോക്കുക, പേജ് നമ്പർ 121 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അനദർ മെഷർ എന്നുള്ള ടോപ്പിക്കിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1 ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി. റോംബസിൻ്റെ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്. ആൻഡ് ദ ഷോർട്ടർ ഡയഗണൽ ഈസ് 6 സെൻറ്റിമീറ്റർ. ആ കൂട്ടത്തിലെ ചെറിയ ഡയഗണൽ, ആ റോംബസിൻ്റെ ചെറിയ ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? എങ്കിൽ ഏരിയ എന്താണ്? ആംഗിൾ റോംബസിൻ്റെ റോംബസിൻ്റെ പ്രത്യേകത എന്താണ്? സൈഡ്സ് എല്ലാം ഈക്വൽ അല്ലേ? സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ വരുന്ന ആംഗിളാണ് 50 ഡിഗ്രി. ഇവിടെ 50 അല്ലല്ലോ, എന്തായാലും 90 കൂടുതൽ വരത്തില്ലേ? അപ്പോൾ ഇവിടെ 50 ഡിഗ്രി, ഇവിടെ എത്രയാണ്? 50 തന്നെയാണ്. ഇനി ലെങ്ത് ഓഫ് ദി ഷോർട്ടർ ഡയഗണൽ, 2 ഡയഗണൽ ഉണ്ട്. ഒന്ന് ഈ ഒരു ഡയഗണലും ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഡയഗണലും. ഡയഗണൽസിൻ്റെ പ്രത്യേകത തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അവിടെ കട്ട് ചെയ്യുമ്പോൾ. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വലി കട്ട് ചെയ്യാന്നല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വലി കട്ട് ചെയ്യും 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയഗണൽ, ചെറിയ ഡയഗണലിൻ്റെ ലെങ്ത് ഇത് ABCD എന്ന് പേര് കൊടുക്കുകയാണ്. നമ്മൾ സെൻട്രൽ O എന്ന് കൊടുക്കുകയാണ്. ഇതാണ് വലിയ ഡയഗണൽ AC. BD ആണ് ചെറിയ ഡയഗണൽ. BD ചെറിയ ഡയഗണൽ ലെങ്ത് 6 ആണ്. ചെറിയ ഡയഗണൽ ലെങ്ത് 6 ആകുമ്പോൾ ഈക്വലി കട്ട് ചെയ്യുമ്പോൾ 3 ആയിട്ട് വരത്തില്ലടാ. 3 സെൻറ്റിമീറ്റർ ആയിട്ട്. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഏരിയ ആണ് കാണേണ്ട. ഏരിയ കാണാൻ ഡയഗണലിനെ കണക്ട് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട് റോംബസിൻ്റെ. ഓർമ്മ വേണ്ട, ഒന്ന് ഓർത്ത് നോക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു D1 ഇൻറ്റു D2. ½ D1 D2 ആണ് ഏരിയ ഓഫ് റോംബസിൻ്റെ ഇക്വേഷൻ. അപ്പം ഒരു ഡയഗണൽ അറിയാം. ഈ സെക്കൻഡ് ഡയഗണലായ D2 അറിയാം. നമുക്ക് D1 ഫസ്റ്റ് വലിയ ഡയഗണൽ കണ്ടുപിടിച്ചാൽ മതി. ആ ഡയഗണൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ 2 ഡയഗണൽ, ഈ ഡയഗണലിൻ്റെ ഈ 2 ലെങ്ത് സെയിം അല്ലേ? ഈക്വലി കട്ടാകുന്നുണ്ട്. 6 എന്നുള്ളത് 3 ആയില്ലേ? അതിൽ ഇവിടെ ഈ AC എന്ന് പറയുന്ന ഡയഗണലിന് AO അല്ലെങ്കിൽ OAOC എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ആക്കിയാൽ OA എന്നുള്ള ലെങ്ത് കണ്ടാൽ അത് തന്നെയല്ലേ OCയും. അപ്പോൾ OA എന്നുള്ള ലെങ്ത് നമുക്ക് കിട്ടിയാൽ മതി. അവിടുന്ന് നമുക്ക് ഈ ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള D1 പറയാൻ പറ്റും. ഓക്കെ, D1 D2 ആണ്. അതിൽ D2 ഉണ്ട്, അത് 6 ആണ്. സ്പ്ലിറ്റ് ചെയ്ത് 3 ആക്കി. അതായത് ഇവിടുത്തെ ആംഗിൾ 50 ഡിഗ്രി, ഇവിടുത്തെ ആംഗിളും 50 ഡിഗ്രിയാണ്. ഈ 50 ബൈസെക്റ്റ് ചെയ്തല്ലേ ഡയഗണൽ പോകുന്നത്? ബൈസെക്റ്റ് ചെയ്യുമ്പോൾ എത്ര ആവും? 50 ഈക്വലി കട്ടാവും. അപ്പോൾ 25 എന്നാവും ആംഗിൾ. 25. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് AOD, ട്രയാങ്കിൾ AOD, കൺസിഡർ ട്രയാങ്കിൾ AOD. ആ ഒരു ട്രയാങ്കിളിലേക്ക് നോക്കിയാൽ അവിടെ ഈ 25 എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90ക്ക് ഓപ്പോസിറ്റ് വരുന്നില്ലേ ഹൈപ്പോട്ടനോസ്? നമ്മൾ നോക്കുക, 25 എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആളുണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്. നമുക്ക് കാണേണ്ടത് ഇത് 25ൻ്റെ ഹൈപ്പോട്ടനോസ് ആണിത്. ഇത് അഡ്ജസൻ്റ്, നമുക്ക് കാണേണ്ട അഡ്ജസൻ്റ്. ഓപ്പോസിറ്റ് 25ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആളുണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്. ആരെ കണ്ടുപിടിക്കണം? അഡ്ജസൻ്റ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റും അഡ്ജസൻ്റോടെ കണക്ട് ചെയ്യുന്ന ആരാ? കോഡ് ഓർക്കുക, സൊഗാട്ടോ. അപ്പോൾ ടാൻ ആണ് ഓപ്പോസിറ്റ് അഡ്ജസൻ്റും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ടാൻ 25 ഈസ് ഈക്വൽ ടു, ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ടാൻ വാല്യൂ ആണ്. ടാൻ 25 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? OD ബൈ അഡ്ജസൻ്റ് ആരാണ്? AO അല്ലെങ്കിൽ OA. ഇവിടെ നോക്കിയാൽ
tan 25 ഈസ് ഈക്വൽ ടു മക്കളെ എടാ ഒ ഡി അറിയാം 3 ആണ്. ഒ എ അറിയത്തില്ല, ഒ എ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒ എ കാണാൻ ഒ എ ഇങ്ങോട്ട് കൊണ്ടുവരിക, 25നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. കാണേണ്ട ആൾ മുകളിൽ ഒ എ ഈക്വൽ ടു 3 ഈ tan 25 ഇപ്പുറത്തോട്ട് വരും. ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് താഴെ ആകും. ഒ എ ഈക്വൽ ടു 3 tan 25. ഒ എ അങ്ങോട്ടും ആക്കി, tan 25 ഇങ്ങോട്ടും ആക്കി. ഒ എ ഈക്വൽ ടു 3 tan 25. അപ്പോൾ ഒ എ ഈക്വൽ ടു 3 tan 25ൻ്റെ വാല്യൂ ഇതേ 3 വാല്യൂ എടുത്താൽ മതി. 0.46. എടാ ഇവിടെ ഈ പോയിന്റ് ഇപ്പുറത്തോട്ട് ഇതൊരു 46 ആണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉള്ള നമ്പറാണ്. ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നാൽ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താക്കുക, 2 പോയിന്റ് ഫ്രണ്ടിലോട്ട് മാറാൻ 2 0 ഉള്ള നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്ന് വെച്ചാൽ 100 ആണ്. 100 കൊണ്ട് മുകളിലും താഴെയും. ഓക്കെ, 3 × 100 300/46. 346 കൊണ്ട് ചെയ്യുക. അതെ എടാ 46 ഇൻറ്റു ഒരു 6 നോക്കുക. 46 ഇൻറ്റു 6 6 36 6 ശിഷ്ടം 3 6 ഇൻറ്റു 4 24 3 27 776. അപ്പോൾ 46 ഇൻറ്റു 6 ആണ് 276. 300 276 പോയാൽ 24 വരും. 46 24 46ൻ്റെ ടേബിൾ 24 പറ്റുക. അപ്പോൾ എന്ത് വരും, ഒരു 0 കൊടുക്കുക, ഒരു പോയിന്റ് കൊടുക്കുക. 240. 46 ഇൻറ്റു 6 അല്ലേ 276. 46 ഇൻറ്റു 5 നോക്കുക. 6 5 30 0 ശിഷ്ടം 3 5 × 4 20 3 23 230. എത്ര? 46 ഇൻറ്റു 5 അല്ലേ 230. 240 230 പോയാൽ 10 വരും. പോയിന്റ് ഒരു വട്ടം ഇട്ടിട്ടുണ്ട്, ഒരു 0 കൊടുക്കുക കേട്ടോ. അപ്പം 100. 46 ടേബിളിൽ 46 ഇൻറ്റു 2 46 ഇൻറ്റു 2 വരുമ്പോൾ എത്ര വരും? 46 ഇൻറ്റു 2 ആകുമ്പോൾ 92 ആവും. 46 ഇൻറ്റു 2 92. 100 92 പോയാൽ 8 മതി. 2 പോയി അപ്പോൾ 3 വാല്യൂ ആയി. പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂ കിട്ടി മതി. 6.52. ഇതാണ് നമ്മുടെ ഒ എ. ഒ എ എന്ന് പറഞ്ഞാൽ ഏതാണാ? ഡയഗണലിൻ്റെ ലെങ്ത് ആണോ കിട്ടിയത്? ഇല്ല, നമുക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ. ഒ എ ഈ ഒരു ലെങ്ത്. ഒ എയും ഒ സിയും എന്താണ്? ഈക്വൽ ആണ്. കാരണം ബൈസെക്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ 6നെ നമ്മൾ 3 3 ആക്കിയ പോലെ, ഇപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇതും 3 ആണെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ടോട്ടൽ 6 വരുന്നത്. അതുപോലെ ഇവിടെ ഇത്രയും ഭാഗം അറിയാം 6.52. അപ്പോൾ ഇത് എന്ത് തന്നെ 6.52. അപ്പോൾ എ സി ഡയഗണൽ എ സി ഈക്വൽ ടു എന്ത് വരും? ഇതിൻ്റെ ഇരട്ടി എടുക്കുക. 2 × 6.52. അപ്പോൾ 652നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ പോരെ. 2 × 2 4 5 2 × 5 10 0 ശിഷ്ടം 1 6 × 2 12 1 13. അപ്പോൾ 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 13.04. ഇതാണ് എ സി എന്ന് പറഞ്ഞ ഡയഗണലിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പം എ സി എന്ന് പറഞ്ഞ ഡയഗണലിൻ്റെ ലെങ്ത് കിട്ടി. അപ്പം D1 കിട്ടി, D2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഏരിയ കാണാൻ ഏരിയ ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു D1 × D2 എന്ന്. എടാ ½ ഇൻറ്റു D1 ആരാ? ഫസ്റ്റ് ഡയഗണൽ. ഈ മെയിൻ ഡയഗണൽ, വലിയ ഡയഗണൽ ഫസ്റ്റിലത്തായിട്ട് ആലോചിച്ചാൽ എന്ത് വരും? 13.04 ഇൻറ്റു D2 6 ആണ്. ഇവിടെ മുകളിൽ 1 ഉണ്ട്, 13.04 ഉണ്ട്, 6 ഉണ്ട്. താഴെ 2, താഴത്തെ 2ഉം 6ഉം കൂടെ കട്ട് ചെയ്യാം. 2 × 1 2 2 × 3 ആണ്. 2 × 3 ആണ് 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു 13.04 ഇൻറ്റു 3. അപ്പോൾ അതെ പോയിന്റ് മാറ്റിയാൽ 1304നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4 × 3 12 2 ശിഷ്ടം 1 3 × 0 0 + 1 1 3 × 3 9 3 × 1 3. 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ ആൻസർ എന്ത് വരും? 39.12. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെൻറ്റിമീറ്ററിലിടാം. ഏരിയ വരുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും. ഓക്കെ, കാരണം ഡയഗണലായിട്ടുള്ള D1 സെൻറ്റിമീറ്ററിലാണ്, D2 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ സ്ക്വയർ 39.12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ചെയ്ത് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടാൻ യൂസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ അനദർ മെഷർ എന്നുള്ള പോർഷനിൽ വരുന്നതെല്ലാം ടാൻ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്.
ടാൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം എക്സാമിന് വരുമ്പം എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ തോന്നും. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് വേണ്ടത് എന്ത്, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്ത്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണ്ടത് ഈ OA ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OD എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ OA നമുക്ക് വേണം, തന്നിട്ടുള്ള OD ആണ്. പിന്നെ ആംഗിൾ 25 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 25 ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 25ൻ്റെ ഓപ്പോസിറ്റുള്ള ആളുണ്ട്, അഡ്ജസൻ്റ് ഇല്ല. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും കണക്ട് ചെയ്യുന്നത് ടാനാണ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ട്, ഹൈപ്പോട്ടനസ് കാണണമെങ്കിൽ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസിനെ കണക്ട് ചെയ്യുന്ന ആരാ, സൈൻ വെച്ച് ചെയ്തേനെ. ഇപ്പം അഡ്ജസൻ്റ് ഉണ്ട്, ഹൈപ്പോട്ടനസ് ഇല്ല, അപ്പം നമ്മൾ കോസ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കിയാണ് ഏത് റേഷ്യോ വെച്ച് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അവിടെ നോക്കുക പേജ് നമ്പർ 121 രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ അനദർ മെഷർ എന്നുള്ള പോർഷൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ലാഡർ ലീൻസ് അഗൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫൂട്ട് 2 മീറ്റർ അവേ ഫ്രം ദ വാൾ. എടാ ഒരു ഏണി കൊണ്ടുവന്നൊരു ഭിത്തിയിൽ ചാരി വെച്ചേക്കുന്നത്, ഇതാണ് ഭിത്തി, വാളാണ്. ആ ഭിത്തിയിൽ ഒരു ഏണി ചാരി വെച്ചേക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഏണി ഈ ഭിത്തിയിലോട്ട് ചാരി വെച്ചേക്കുന്നത് ആ ഏണിയുടെ താഴ്ഭാഗം ആ ഭിത്തിയിൽ നിന്നും 2 മീറ്റർ നീങ്ങിയാണ്. അതാ പറഞ്ഞേക്കുന്നത് ലാഡർ ലീൻസ് അഗൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫൂട്ട് 2 മീറ്റർ അവേ ഫ്രം ദ വാൾ. അതിൻ്റെ താഴ്ഭാഗം ഫൂട്ട് ഭാഗം ആ വാളിൽ നിന്നും 2 മീറ്റർ മാറിയാണ്. ഈ അകലമാണ് 2 മീറ്റർ. ഓക്കെ, ഇപ്പോൾ ABC എന്ന് കൊടുത്താൽ AC ആണ് 2 മീറ്റർ. പിന്നെ പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദ ഗ്രൗണ്ട് ഈസ് 40 ഡിഗ്രി. ആ ലാഡറും ഈ ഗ്രൗണ്ടും താഴത്തെ ആ ഗ്രൗണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 40. ഇവിടെ ഒരു തറയിൽ ഒരു ഏണി ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഭിത്തിയിലോട്ട് ഒരു ഏണി ഉണ്ടെന്ന് ഇങ്ങനെ ചാരി വെക്കുന്നത്, അതേപോലെ ഒരു ഭിത്തി ഏണി ഉണ്ടെന്ന് ചാരുന്നു. അപ്പം ഏണിയുടെ ചാരി വെച്ചേക്കുന്ന ഏണിയുടെ താഴ്ഭാഗം ആ ഗ്രൗണ്ടുമായിട്ട് 2 മീറ്റർ അകലത്തിലാണ്. അവിടെ വന്നേക്കുന്ന ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഹൗ ഹൈ ഈസ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. ഇവിടെ ഈ ലാഡറിൻ്റെ ടോപ്പ് ഭാഗം ഈ ഗ്രൗണ്ടുമായിട്ട് എത്ര മീറ്റർ ഉണ്ട്? ഈ ഒരു അകലമാണ് കാണേണ്ടത്, ഈ ഒരു അകലം, ഈ ഒരു ലെങ്ത് BC എന്ന് പറയുന്ന അളവാണ് കാണേണ്ടത്. എടാ 40 ഡിഗ്രി ഉണ്ട്. നമുക്ക് കാണേണ്ടത് എന്താണ്, 40 എന്ന് പറയുന്ന ആംഗിൾ ആയിട്ട് നോക്കിയാൽ 40ക്ക് ഓപ്പോസിറ്റുള്ള ആളെ കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് കാണണം, ഓപ്പോസിറ്റ് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ഇത് ഏത് സൈഡാണ് 40യുടെ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ഒരു AB എന്ന് പറയുന്ന സൈഡ് ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഇതാരാണ്? 40യുടെ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് അറിയത്തില്ല, അഡ്ജസൻ്റ് അറിയാം. ഓപ്പോസിറ്റ് അഡ്ജസൻ്റോടെ കണക്ട് ചെയ്യുന്ന ആരാണ്? ടാൻ അല്ലേ. ഇപ്പോൾ ടാൻ വെച്ച് ചെയ്തൂടെ, ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? BC ബൈ എടാ അഡ്ജസൻ്റ് ആരാ? AC ആണ്. ടാൻ 40 ഈസ് ഈക്വൽ ടു BC ബൈ AC ആരാ? 2 അല്ലേ. അപ്പോൾ BC കാണാൻ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. BC ഈസ് ഈക്വൽ ടു 2 ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഡിവൈഡ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും. 2 ഇൻറ്റു ടാൻ 40. BC കാണാൻ 2, BC ഒറ്റക്കിട്ട് 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഡിവൈഡ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു 2 ഇൻറ്റു ടാൻ 40 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടാൻ 40യുടെ വാല്യൂ എത്ര? 0.8391 ആണ്. ഈ 8391 അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ ആൻസർ ആയി തീർന്നു. ഈ ഒരു ലെങ്ത് മാത്രം കണ്ടാൽ മതി. അത്രേ ഉള്ള പ്രോബ്ലം, വലിയ പ്രോബ്ലം അല്ല, ചെറിയ പ്രോബ്ലമാണ്. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 9 18 8 റിമൈൻഡർ 1, 2 ഇൻറ്റു 3 6 + 1 7, 2 ഇൻറ്റു 8 16. 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ എന്തോ ഒരു ആൻസർ 1.6782. അത്രയും സെൻറ്റിമീറ്റർ, അത്രയും സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. അത്രയും മീറ്റർ ആണ് ആൻസർ. കാരണം ക്വസ്റ്റ്യൻ ഇവിടെ തന്നേക്കുന്നത് മീറ്ററിലാണ്, അപ്പോൾ ഇതും മീറ്ററിലാണ്. ഓക്കെ, അപ്പം 1.6782 മീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. സിമ്പിൾ പ്രോബ്ലമാണ്, അത്ര ലെങ്ത് ഉള്ള പ്രോബ്ലം അല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഈ ടൈപ്പ് പ്രോബ്ലം. ഈ ലാഡർ ലീൻസ് അഗൻസ്റ്റ് എ വാൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭിത്തിയിലോട്ട് ഏണി ചാരി വെച്ചേക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ, നമ്മുടെ അനദർ മെഷറിൻ്റെ ക്വസ്റ്റ്യൻ ഇനിയും ഉണ്ട്. ഒരു പേജ് നമ്പർ 122 ഒരു 3 ക്വസ്റ്റ്യനോടെ കിടപ്പുണ്ട്. ടോട്ടൽ 5 ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ളത്. 1ഉം 2ഉം ചെയ്ത് ഇനി 3 ക്വസ്റ്റ്യനോടുണ്ട്. അപ്പം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.